ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ് ഓഫ് മോഡുലേഷൻ ആണ്. സോ അതിനു മുമ്പ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച എമ്മിൻ്റെ ജനറൽ ഇക്വേഷൻ ഞാൻ ഇവിടുന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എ സി പ്ലസ് കെ എ. കെ എന്തായിരുന്നു? ആംപ്ലിറ്റ്യൂഡ് സെൻസിറ്റിവിറ്റി ഓഫ് ദ മോഡുലേറ്റർ ആയിരുന്നു. കോസ് 2πfct കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കമ്പണൻറ്റ്, അതൊക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇതിനകത്തേക്ക് തന്നെ നമ്മൾ കെ എ 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. ആൻഡ് തേർഡ് ഇക്വേഷൻ നോർമലൈസ്ഡ് ഫോം ആയിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ കെ എ എഴുതിയിട്ടുണ്ടാവില്ല. അത് മറ്റൊന്നുമല്ല, അവിടെ 1 ആയിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ടാണ്. ഓർ ഇവിടെ കെ എ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ തേർഡ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ദിസ് ഈസ് ദ നോർമലൈസ്ഡ് ഫോം. ഓക്കെ, ഇതേതാണ്? നോർമലൈസ്ഡ് ഫോമാണ്. എ എം ഇക്വേഷൻ്റെ നോർമലൈസ്ഡ് ഫോം ഓഫ് എ എം ഇക്വേഷൻ. ഓക്കെ, ഇതാണ് എമ്മിൻ്റെ നോർമൽ ഇക്വേഷൻ. എനിവേ ഈ മൂന്നും ജനറലൈസ്ഡ് എം വേവ് ഇക്വേഷനാണ്. ആൻഡ് യു നീഡ് ടു റിമെമ്പർ ഓൾ ദീസ് 3 ഇക്വേഷൻസ് ബിക്കോസ് പ്രോബ്ലം തന്നിട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് യു നീഡ് ടു കമ്പയർ ദ ഗിവൺ ഇക്വേഷൻ വിത്ത് എനി ഓഫ് ദീസ് 3 ജനറൽ ഇക്വേഷൻ ടു ഗെറ്റ് ദ ആൻസർ. സോ ഇത് മൂന്നും ഓർത്ത് വെക്കണം. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ആ സിംഗിൾ ടോൺ, അടുത്ത സിംഗിൾ ടോൺ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് us see what is a single tone amplitude modulation. Okay, single tone amplitude modulation. സിംഗിൾ ടോൺ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെസ്സേജ് സിഗ്നലിന് ഒരൊറ്റ ഒരു ഫ്രീക്വൻസി കമ്പണൻറ്റേ കാണുള്ളൂ. ഇറ്റ് വിൽ ഹാവ് only one frequency component. It will have only a single frequency component, and if that single frequency component, say if it is denoted by fm, then മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ് ആ മെസ്സേജ് സിഗ്നലിന് ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് എ സൈനസോയിഡൽ സിഗ്നൽ ആയിരിക്കും. സൈനസോയിഡൽ സിഗ്നലിനാണ് ഒരേ ഒരു ഫ്രീക്വൻസി, ഒറ്റ ഫ്രീക്വൻസി കമ്പണൻ്റുള്ള സിഗ്നൽ ഏതാണ്? ഒരു സൈനസോയിഡൽ സിഗ്നലാണ്. ഓക്കെ, ഇവിടെ കൊസൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഒരു സൈൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ബോത്ത് റെപ്രസെൻറ്റ് സൈനസോയിഡൽ സിഗ്നൽ. പക്ഷേ മാത്തമാറ്റിക്കൽ അനാലിസിസ് എളുപ്പമാക്കാനും അതേപോലെ തന്നെ ഫോറിയർ ട്രാൻസ്ഫോം റെപ്രസെൻറ്റേഷനൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കോസ് സിഗ്നൽ എടുത്തിരിക്കുന്നത്. യു ക്യാൻ ഡു ദ സെയിം അനാലിസിസ് വിത്ത് വോട്ട് സൈൻ സിഗ്നൽ ഓൾസോ. സോ എനിവേ സിംഗിൾ ടോൺ എ എമ്മിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി ഇറ്റ് വിൽ ബി ഓഫ് ദിസ് ഫോം, ഒരു സൈനസോയിഡൽ സിഗ്നൽ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ആ സൈനസോയിഡൽ സിഗ്നൽ വിൽ ഹാവ് ഓൺലി വൺ ഫ്രീക്വൻസി കമ്പോണൻറ്റ്. ഓക്കെ, സോ ഈ ഒരു സിഗ്നലിനെ നമ്മൾ കണ്ട ആ മൂന്നാമത്തെ ജനറലൈസ്ഡ് എമ്മിൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ച ഈ ഒരു തേർഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ മോഡുലേറ്റഡ് വേവ് ഫോമിനെ ഞാൻ എ എം ഓഫ് ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ആ ഇക്വേഷൻ എന്ത് വരും? എ സി ഇൻറ്റു വാട്ട് 1 പ്ലസ് കെ എ ഇൻറ്റു ഫോർ എം ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് എ എം കോസ് 2π എഫ് എം ടി ഇൻറ്റു cos 2π fct. ഓക്കെ, ഈക്വേഷൻ ഇങ്ങനെ കിട്ടും. ഇനി ഇതിനകത്ത് ഞാൻ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് കെ എ ഇൻറ്റു എ എം ആസ് മ്യൂ, വേർ മ്യൂ ഈസ് കോൾഡ് the modulation index. Okay, mu is called modulation index or depth of modulation എന്ന് പറയും. പക്ഷേ സിംഗിൾ ടോൺ മോഡുലേഷൻ വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് മോർ അപ്രോപ്രിയേറ്റ് ടു യൂസ് ദ വേർഡ് മോഡുലേഷൻ ഇൻഡെക്സ് റാദർ ദാൻ ഡെപ്ത് ഓഫ് മോഡുലേഷൻ. ഓക്കെ, ഇതാണ് മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ. ഓർ ഈ മോഡുലേഷൻ ഇൻഡെക്സിനെ നമുക്ക് വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് മോഡ് വാല്യൂ ഓഫ് കെ എ ഇൻറ്റു എം ഓഫ് ടി മാക്സിമം. ഓക്കെ, ഇത് ചെയ്താൽ ഇത് തന്നെ കിട്ടില്ലേ? കാരണം എം ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നൽ എന്ന് പറയുന്ന ഒരു സൈനസോയിഡൽ സിഗ്നലാണ്. ആംപ്ലിറ്റ്യൂഡ് എ എം ആണ് മൈനസ് എ എം. സോ ഇതിൻ്റെ ഒരു മോഡ് എടുക്കുവാണെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? രണ്ടും നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും അല്ലേ? നെഗറ്റീവ് പോർഷനും എന്തായിരിക്കും? പോസിറ്റീവായിട്ട് മാറും. ആംപ്ലിറ്റ്യൂഡ് അതിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? എ എം ആണ് അല്ലേ? സോ എം ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലാണിത്. എം ഓഫ് ടിയുടെ മോഡ് വാല്യൂവിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇറ്റ് ഈസ്? എ എം തന്നെയാണ്. ദാറ്റ് എ എം ഇൻറ്റു കെ എ ആണ് എന്ത്? മ്യൂ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് ഫോമിൽ നമുക്ക് ഈ മോഡുലേഷൻ ഇൻഡെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എനിവേ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ മ്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുവാണ്. ഓക്കെ, അതിന് മുമ്പ് മ്യൂവിനെ പറ്റി ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. മ്യൂ എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സിൽ മ്യൂ
it should always take a value between between 0 and 1, or mu should have a value that is less than or equal to 1 ആയിരിക്കണം. ഓക്കെ, or എപ്പോഴും 1ന് ലെസ് ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. മ്യൂവിനെ നമ്മൾ നോർമലി പെർസെൻറ്റേജിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ, മ്യൂ പെർസെൻറ്റേജ്. അപ്പോൾ അങ്ങനെ പെർസെൻറ്റേജ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ എന്ന് പറയും, ഓർ വി കോൾ ഇറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ, ഓർ വി കോൾ ഇറ്റ് ആസ് ഡെപ്ത് ഓഫ് മോഡുലേഷൻ എന്ന് പറയും. When it is represented as a percentage, we call it as depth of modulation or percentage of modulation എന്നും പറയാറുണ്ട്. ഓക്കെ, ഈ മ്യൂ എന്ന് പറഞ്ഞതിന് ഇതിൻ്റെ വാല്യൂ if it is less than 1, then the type of modulation is called under modulation. Okay, it is called under modulation. And if mu takes a value equal to 1, we call that type of modulation as what? Critical modulation. And if mu takes a value greater than 1, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയുള്ള ആ മോഡുലേഷനെ we call it as over modulation, which is preferred. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് പ്രിഫേർഡ് ആയിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഡീമോഡുലേഷൻ എളുപ്പമാകുന്നത് ഈ മ്യൂവിൻ്റെ വാല്യൂയിലായിരിക്കും. ഡീമോഡുലേഷൻ, ഓക്കെ, ഡീമോഡുലേഷൻ ചെയ്യണമല്ലോ. മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് we need to go for demodulation. So in that case, when demodulation is done, demodulation becomes simpler, okay, when mu is less than or equal to 1. When mu greater than 1 ആവുകയാണെങ്കിൽ demodulation വളരെ കോംപ്ലക്സ് ആയിരിക്കും. Demodulation will become complex. So in order to avoid that complexity, we always try to choose mu less than or equal to 1. And ഈ മ്യൂവിൻ്റെ വാല്യൂ ആക്ച്വലി ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദിസ് കെ എ. ഈ കെ എ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡിൻ്റെ, മോഡുലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെൻസിറ്റിവിറ്റി. ആംപ്ലിറ്റ്യൂഡ് സെൻസിറ്റിവിറ്റി ഓഫ് ദ മോഡുലേറ്റർ ആക്ച്വലി ഇറ്റ് ഷുഡ് ബി ചോസൺ ഇൻ സച്ച് എ വേ ദാറ്റ് മ്യൂ ടേക്സ് എ വാല്യൂ ബിറ്റ്വീൻ 0 and 1, ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ടൊരു വാല്യൂ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതാണ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഇക്വേഷനകത്തേക്ക് നമ്മൾ കെ എ ഇൻറ്റു എ എമ്മിന് വരെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, അതുപോലെ നമ്മളുടെ ഇക്വേഷൻ വിൽ ബിക്കം modulated signal or singleton modulated signal will become AC into 1 plus mu into cos 2 pi fmt into what? Cos 2 pi fct എന്ന്. Okay, and this is what? This is the singleton expression. Singleton AM ന്റെ expression ആണ് ഇത്. This is the equation for singleton AM ന്റെ expression ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. Now നമ്മൾ ഓർഡിനറി എ എമ്മിൽ ഞാൻ 2-3 ഫോംസ് ഓഫ് ഇക്വേഷൻ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അതേ കൂട്ട് തന്നെ ഈ സിംഗിൾ ടോണിനും കുറച്ച് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്ത് കുറച്ച് ഡിഫറെൻറ്റ് ഫോംസിൽ എഴുതാം. സോ ലെറ്റ് us see what are the different forms of single tone modulation. See, these are all important കാരണം ഇതൊക്കെ പ്രോബ്ലം ചോദിക്കും. യൂണിവേഴ്സിറ്റിക്ക് മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പോയാലും ഇനി എഴുതാൻ പോകുന്ന ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് യു വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻസ്. ഈവൻ നിങ്ങളുടെ കോംപ്രിഹെൻസീവ് പരീക്ഷകൾക്കൊക്കെ ഇതിനെ വെച്ച് പ്രോബ്ലംസ് ചോദിക്കാം. അപ്പോൾ ഈ ഫോംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വൈൽ കമ്പയറിംഗ് വിത്ത് ദിസ് ഗിവൺ ഫോംസ് യു വിൽ ഗെറ്റ് ദ ആൻസർ ഈസിലി. സിംഗിൾ ടോൺ മോഡുലേറ്റഡ് വേവ് ഫോമിൻ്റെ ആദ്യത്തെ ഫോം ഇപ്പോൾ നമ്മൾ പഠിച്ച വേവ് ഫോം തന്നെ, എ സി ഇൻറ്റു നമ്മളെന്താ ഇപ്പോൾ ഡിറൈവ് ചെയ്തില്ലേ, എ സി ഇൻറ്റു മ്യൂ കോസ് 2 pi fmt ഇൻറ്റു കോസ് 2 pi fct. This is the first equation. Okay, now second equation എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഈ എ സിയും ഈ കോസ് 2 pi fct ഉള്ളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ യു വിൽ ഗെറ്റ് ദ സെക്കൻഡ് ഫോം ഓഫ് സിംഗിൾ ടോൺ മോഡുലേഷൻ. ദാറ്റ് ഈസ് ഇവിടെ 1 അല്ലേ, എ സിയും കോസ് 2 pi fctയും ഉള്ളിലേക്ക് കൊണ്ടുവരിക. പ്ലസ് സെക്കൻഡ് ടേം വിൽ ബി വാട്ട്? എ സി ഇൻറ്റു മ്യൂ ഇൻറ്റു കോസ് 2 pi fct into cos 2 pi fmt, and this is the second equation. Okay, now third equation നമ്മൾ സെക്കൻഡിൽ നിന്നാണ് എഴുതുന്നത്. ഫസ്റ്റിൽ നിന്ന് we went for the second equation. From the second equation we can write the third equation. എങ്ങനെയാണെന്ന് അറിയാമോ?
ദിസ് ഈസ് ഓഫ് ദ ഫോം ഏതാണ്? കോസ് എ കോസ് ബി ഫോം അല്ലേ? കോസ് എ കോസ് ബി ഫോം അല്ലേ? സോ കോസ് എ കോസ് ബി ക്യാൻ ബി റിട്ടൺ ആസ് 1/2 ഇൻറ്റു കോസ് എ പ്ലസ് ബി പ്ലസ് 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി ആയിട്ട് നമുക്ക് എഴുതാം. 1/2 ടേക്കിംഗ് ഔട്ട് സൈഡ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെ ആയിരിക്കും. 2 കോസ് എ കോസ് ബി ഈസ് ഈക്വൽ ടു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. ഞാൻ ആ 2 ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നേ ഉള്ളൂ. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെക്കൻഡ് ഇക്വേഷനെ നമുക്ക് റീറൈറ്റ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദ തേർഡ് ഫോം. So using that we can write the third form of equation. Yeah, SAM of t is equal to what? AC cos 2 pi FCT plus AC into mu, 1/2 ടേം ഇല്ലേ അതിവിടെ വരും, കോസ് എ പ്ലസ് ബി. എ പ്ലസ് ബി ഇതാണ് എ ആൻഡ് ദിസ് മച്ച് ഈസ് ബി. 2 പൈ കോമൺ എടുക്കുവാണെങ്കിൽ എ പ്ലസ് ബിയുടെ ഉള്ളിൽ എന്ത് വരും? എഫ് സി പ്ലസ് എഫ് എം ഇൻറ്റു ടി പ്ലസ് എ സി ഇൻറ്റു മ്യൂ ബൈ 2 ഇൻറ്റു കോസ് 2 പൈ ഇൻറ്റു എ മൈനസ് ബി ടേം എഫ് സി മൈനസ് Fm into T. So this is the third equation. The മൂന്ന് equation important ആണ്. You will get problems with these three equations. തന്നിട്ട് കമ്പയർ ചെയ്തിട്ട് ആൻസർ നമുക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അടുത്ത പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഇക്വേഷൻ തേർഡ് ഇക്വേഷനാണ്. ബിക്കോസ് ഈ തേർഡ് ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇനി സ്പെക്ട്രം വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി എ എമ്മിൻ്റെ സ്പെക്ട്രം നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ എം ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിനകത്ത് എന്തായിരുന്നു? സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു സിഗ്നലിൻ്റെ സ്പെക്ട്രമായിരുന്നു നമ്മൾ വരച്ചത്. ഇതിപ്പോൾ നമ്മളിനി പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ടോണിൻ്റെ സ്പെക്ട്രമാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 3 കമ്പോണൻസ് കാണും അല്ലേ? ഇതൊരു കമ്പോണൻറ്റ്, ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് പാർട്ട്, ആൻഡ് ദിസ് ഈസ് ദ തേർഡ് പാർട്ട്. ഈ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ എന്ത് പറയും? ദിസ് ഈസ് നോൺ ആസ് ദ കാരിയർ കമ്പോണൻറ്റ്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ദ കാരിയർ കമ്പോണൻറ്റ്, and this is known as the USB component, and this is known as the LSB component. Okay, ഇത് carrier component, and this is the USB component, upper sideband frequency component എന്ന് പറയും, and this is the LSB component, that is lower sideband frequency component എന്ന് പറയും. ഇനി നമുക്ക് സ്പെക്ട്രം വരയ്ക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളൊരു കോസ് സിഗ്നൽ, ഓക്കെ, കോസ് 2 പൈ എഫ് സി ടി ഒരു കൊസൈൻ സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം വരയ്ക്കുവാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? യു വിൽ ബി ഗെറ്റിംഗ്, ഓക്കെ, നിങ്ങൾക്ക് 2 ഇമ്പൾസസ് ആയിരിക്കും കിട്ടുന്നത്. എവിടേക്കായിരിക്കും ഇമ്പൾസ് ഉള്ളത്? ഒന്ന് ഈ ഫ്രീക്വൻസി ഇല്ലേ, ആ ഫ്രീക്വൻസിയിലായിരിക്കും ഇമ്പൾസ് കിട്ടുന്നത്. പക്ഷേ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രത്യേകത എന്താണോ പോസിറ്റീവിലുള്ളത് അത് സെയിം തിങ് നെഗറ്റീവിലും നമുക്ക് കിട്ടും. സോ പ്ലസ് എഫ് സിയിലും മൈനസ് എഫ് സിയിലും ആയിരിക്കും നമുക്ക് 2 ഇമ്പൾസസ് കിട്ടുക കോസ് 2 പൈ എഫ് സി ടിയുടെ. പക്ഷേ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ സി ഉണ്ട് അല്ലേ? ആംപ്ലിറ്റ്യൂഡ് എ സി ഉണ്ടെങ്കിൽ ആ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഹാഫ് ആയിരിക്കും ഇമ്പൾസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെയിറ്റ് ഓഫ് ദീസ് ഇമ്പൾസസ് എന്ന് പറയുന്നത് will be half of the amplitude of this cosine signal. ഓക്കെ, അങ്ങനെയായിരിക്കും പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഏതൊരു കൊസൈൻ സിഗ്നൽ ആണെങ്കിലും അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് 2 ഇമ്പൾസസ്, വൺ അറ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി ആൻഡ് അതർ അറ്റ് ദ നെഗറ്റീവ് ഫ്രീക്വൻസി, ആൻഡ് വിത്ത് ദ വെയിറ്റ് ഓഫ് ദ ഇമ്പൾസസ് ഹാഫ്ഡ്. ഇതിൻ്റെ എന്താണോ ആ കൊസൈൻ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അതിൻ്റെ ഹാഫ് ആയിരിക്കും അതിൻ്റെ വെയിറ്റ് ഓഫ് ദ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതറിയാമെങ്കിൽ നമുക്കിനി വേഗത്തിൽ ഈ ഇക്വേഷൻ്റെ സ്പെക്ട്രം നമുക്ക് വരയ്ക്കാം. ഇക്വേഷൻ്റെ സ്പെക്ട്രം വരയ്ക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ആക്സിസ് വരയ്ക്കാം. ഓക്കെ, മാർക്ക് ദ 0 പോയിൻ്റ്, റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് വരും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫസ്റ്റ് കമ്പോണൻ്റ് അല്ലെങ്കിൽ കരിയർ കമ്പോണൻ്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ കരിയർ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സൈനസോയിഡൽ സിഗ്നലാണ്, അതിൻ്റെ ഫ്രീക്വൻസി എവിടെയാണ്? എഫ് സി ആണ്. സോ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്കും എന്താ കിട്ടുന്നത്? നമുക്ക് 2 ഇമ്പൾസസ് ആയിരിക്കും കിട്ടുന്നത്, ഒന്ന് അറ്റ് എഫ് സിയിലും ഒന്ന് അറ്റ് മൈനസ് എഫ് സിയിലും.
അങ്ങനെയാണ് നിങ്ങൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ പഠിക്കുന്നതാണ്. ഇതിൻ്റെ വെയിറ്റ് എന്തായിരിക്കും, എന്താണോ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അതിന് ഹാഫ് ചെയ്ത് എഴുതുക, AC/2. ഓക്കെ, AC/2 സെയിം വെയിറ്റ് ഇട്ട് വരയ്ക്കണേ, സെയിം സ്ട്രെങ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് വരയ്ക്കാം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് USB പാർട്ടാണ്, അപ്പർ സൈഡ് ബാൻഡ് പാർട്ടാണ്. ലെറ്റ് മീ യൂസ് അനദർ കളർ, അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. നമുക്ക് ഈ ഒരു സെക്കൻഡ് പാർട്ട് വരയ്ക്കാം. അപ്പോൾ സെക്കൻഡ് പാർട്ടിനകത്തും എഗെയിൻ എന്താ ഉള്ളത്, ഒരു cos 2πfc + fmt അല്ലേ, ഒരു കൊസൈൻ സിഗ്നൽ തന്നെയാണ്. സോ അതിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം വരയ്ക്കുമ്പോഴത്തേക്കും എഗെയിൻ നിങ്ങൾക്ക് 2 ഇമ്പൾസസ് തന്നെ കിട്ടും. പക്ഷേ ആ ഇമ്പൾസസ് ഇവിടെ +fcയിലും -fcയിലും ആണെങ്കിൽ ഇവിടെ +fc + fmലും -fc + fmലും ആയിരിക്കും അത് ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് fc ആണ്. സോ fc + fm might be somewhere here. ഇവിടെ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം fc + fm. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇമ്പൾസ് കിട്ടും. ഓക്കെ, ആൻഡ് ഈ പോസിറ്റീവ് സൈഡിൽ ഒരു ഇമ്പൾസ് ഉണ്ടെങ്കിൽ ആ സെയിം തിങ് നെഗറ്റീവിലും വരും. ഇവിടെ fc + fmലാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് മൈനസ് ഓഫ് fc + fm ഇവിടെ ആയിട്ട് വരും. ഇവിടെ ആയിരിക്കും ഇമ്പൾസ് കിട്ടുന്നത്. ദീസ് 2 ഇമ്പൾസസ് ആർ ഡ്യൂ ടു ദിസ് കമ്പണൻറ്റ്, ഈ ഒരു കൊസൈൻ കമ്പണൻറ്റ് കാരണമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റും കൂടി എഴുതാം. ഇമ്പൾസിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് എഴുതുന്നത്, ഈ കൊസൈൻ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, AC/2, അതിനെ ഹാഫ് ചെയ്യുക. അപ്പോൾ എന്താവും, AC/4 ആകും. ആ AC/4 ആയിരിക്കും അപ്പം ഈ 2 ഇമ്പൾസസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ കമ്പണൻറ്റ് വരയ്ക്കാം. ദാറ്റ് ഈസ് ദ LSB. ഓക്കെ, LSB വേറൊരു കളർ എടുക്കാം. ഓക്കെ, നൗ ലെറ്റ് us plot the LSB component. LSBയിലും എഗെയിൻ ഒരു സൈനസോയിഡൽ സിഗ്നൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി എവിടെയാണെന്ന് നോക്കിക്കേ, fc - fmലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമ്പൾസസ് എവിടെയായിരിക്കും, fc - fmലായിരിക്കും. ഇത് fc ആണ്. അപ്പോൾ fc - f എന്ന് പറഞ്ഞാൽ നമുക്ക് സംവെയർ ഹിയർ ആയിട്ട് വരും. fc - fmലായിരിക്കും ഒരു ഇമ്പൾസ് കിട്ടുക. ഓക്കെ, ഇവിടെ ആയിരിക്കും. അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കും, എന്താണോ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അതിൻ്റെ ഹാഫ്, ഇവിടെ AC/μ/4 എന്ന് വരും അല്ലേ. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് AC/μ/2 ആയിരിക്കും, /2 AC/μ/4 കിട്ടും. ഞാൻ പറഞ്ഞു ഇത് വെച്ച് കംപ്ലീറ്റ് ആവത്തില്ല, അതിൻ്റെ നെഗറ്റീവ് ഫ്രീക്വൻസീസും അതേ കൂട്ട് കാണും. അപ്പോൾ fc - fm -fc - fm -fc - fm എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇതേതാണ് മൈനസ് ഓഫ് fc - fm. ഓക്കെ, ഇവിടെ ആയിട്ട് വരും. ഇതിൻ്റെ സ്ട്രെങ്ത് AC/μ/4 തന്നെയായിരിക്കും. അപ്പോൾ ഈ ബ്ലൂ പോർഷനാണ് ശരിക്കും LSB കാണിക്കുന്നത്. ഈ ബ്ലാക്ക് വൺ ഷോസ് ദ USB, ഇതാണ് കാരിയർ കമ്പണൻറ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ബ്ലൂ ഷോസ് ദ LSB പോർഷൻ, ഇത് ബ്ലൂ, പിന്നെ ബ്ലാക്ക് USB-യും. എന്ന് വെച്ചാൽ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കളർ വെച്ച് വരച്ചിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് എന്ത്, ഇതാണ് നമ്മളുടെ മൾട്ടി ടോൺ സിഗ്നലിൻ്റെ സ്പെക്ട്രം. ഓക്കെ, സ്പെക്ട്രം ഓഫ് മൾട്ടി ടോൺ സിഗ്നലാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ സ്പെക്ട്രം ഓഫ് മൾട്ടി ടോൺ AM. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്പെക്ട്രം ഓഫ് നോർമൽ ഒരു ബേസ് ബാൻഡ് മോഡുലേറ്റഡ് സിഗ്നൽ, ഒരു സിഗ്നൽ കണ്ടെയ്നിങ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസിൻ്റെ AM സ്പെക്ട്രം നമ്മൾ വരച്ചു. അതേകൂട്ട് തന്നെ ഇതും വരയ്ക്കാം. പക്ഷേ ചില ടെക്സ്റ്റുകളിൽ അവർ പോസിറ്റീവ് ഫ്രീക്വൻസീസ് മാത്രം കാണിക്കാറുണ്ട്. നെഗറ്റീവിന് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസേ ഇല്ല, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ ശരിക്കും നെഗറ്റീവ് പോർഷൻ ഇല്ല. ഓക്കെ, അത് ഫുറിയർ ട്രാൻസ്ഫോം വരയ്ക്കുമ്പോഴത്തേക്കും പോസിറ്റീവിൽ എന്തുണ്ടോ അതിൻ്റെ ഒരു നെഗറ്റീവ് പോർഷനും വരുന്നേ ഉള്ളൂ. പക്ഷേ പ്രാക്ടിക്കലി വരയ്ക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു ഷോ ദ 3 കമ്പണൻറ്റ്സ് ദാറ്റ് ആർ പ്രസൻറ്റ് ഓൺ ദ റൈറ്റ് സൈഡ്. ഓക്കെ, ഇത് ഇങ്ങനെയും കാണിക്കാറുണ്ട്. ജസ്റ്റ് ഈ 3 കമ്പണൻറ്റ് മാത്രം അവർ കാണിക്കാറുണ്ട്. ഓക്കെ, AC/2 ദാറ്റ് ഈസ് ഒരെണ്ണം അറ്റ് FC, ഒരെണ്ണം അറ്റ് FC + fm ആൻഡ് ദ അതർ വൺ അറ്റ് FC - fm. ഓക്കെ, ഈ 3 കമ്പണൻറ്റ് വെച്ചിട്ടും കാണിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് ഫ്രീക്വൻസീസ് കാണിക്കാതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആകരുത്.
ചില ടെക്സ്റ്റിൽ ആ പോസിറ്റീവ് ഫ്രീക്വൻസീസ് മാത്രമായിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ഫുള്ളും കാണിക്കും. സോ ദിസ് ഈസ് ദ സ്പെക്ട്രം ഓഫ് മൾട്ടിറ്റോൺ എ എം. അപ്പോൾ മൾട്ടിറ്റോൺ എ എമ്മിൻ്റെ 3 ഇക്വേഷൻ പഠിക്കുക, പിന്നെ നിങ്ങൾ സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാനും പഠിക്കണം. അപ്പോൾ LSB, USB, കരിയർ കമ്പണൻറ്റും വരയ്ക്കുക. ഇനി നമുക്കിതിൻ്റെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് നോക്കാം. ബാൻഡ് വിഡ്ത്ത് ഓക്കെ, സിംഗിൾ ടോൺ എ എം, സിംഗിൾ ടോൺ എ എമ്മിൻ്റെ ബാൻഡ് വിഡ്ത്ത്, സിംഗിൾ ടോൺ എ എമ്മിൻ്റെ ബാൻഡ്. ശരിക്കും ഈ ബാൻഡ് വിഡ്ത്ത് കാണാനായിട്ട് പോസിറ്റീവ് സൈഡിലേക്ക് മാത്രമേ നോക്കാവുള്ളൂ, നെഗറ്റീവ് സൈഡിലെ ഫ്രീക്വൻസീസിലേക്ക് നോക്കാനേ പാടില്ല. ബാൻഡ് വിഡ്ത്ത് കാണുന്നതിന് ഒരു ഫോർമുലയുണ്ട്. ശരിക്കും അതിങ്ങനെയാണ്: ഹയസ്റ്റ് ഫ്രീക്വൻസി അല്ല, ഹയസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി. എപ്പോഴും ഓർത്തോണം, ആ പോസിറ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹയസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി മൈനസ് ദ ലോവസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബാൻഡ് വിഡ്ത്ത് കിട്ടുന്നത്. ഇവിടുത്തെ ഹയസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി എന്താണ്? FC + FM ആണല്ലേ. മൈനസ് ലോവസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്? ഇതാണോ? അല്ല. ലോവസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി ഏതാണ്? ഇതാണല്ലേ. FC - FM ആണ്. ഇത് 0 ആണ്, അങ്ങോട്ടേക്ക് നെഗറ്റീവ് ഫ്രീക്വൻസിയാണ്. സോ ലോവസ്റ്റ് പോസിറ്റീവ് ഫ്രീക്വൻസി എന്താണ്? FC - FM ആണ്. എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് കാണുന്നത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കാണാനായിട്ട് ആ പോസിറ്റീവ് ഫ്രീക്വൻസീസ് മതി. ശരിക്കും നെഗറ്റീവിൻ്റെ ആവശ്യമേ വരുന്നില്ല. അതാണ് അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 × FM എന്ന് കിട്ടും അല്ലേ. FC മൈനസ് ഇതും കൂടി ക്യാൻസൽ ചെയ്ത് പോവും, 2FM എന്ന് കിട്ടും. സോ ഇതാണ് സിംഗിൾ ടോൺ എ എമ്മിൻ്റെ ഇക്വേഷൻ. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 × ആക്ച്വലി FM എന്താണ്? നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി അല്ലേ. ഓർ 2 ടൈംസ് ദ മെസ്സേജ് ഫ്രീക്വൻസി എന്നും പറയാം. 2 ടൈംസ് മെസ്സേജ് ഫ്രീക്വൻസി എന്നും പറയും സിംഗിൾ ടോൺ എ എമ്മിൻ്റെ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 2 ടൈംസ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയത്തില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബേസ് ബാൻഡ് മോഡുലേഷനകത്ത് അല്ലെങ്കിൽ ഒരു സിഗ്നലിൽ, ആ സിഗ്നലിനകത്ത് ഇപ്പം മോർ ദാൻ 1 ഫ്രീക്വൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ ആണെങ്കിൽ അതിന് AM മോഡുലേറ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ അന്നേരമുള്ള ആ ഒരു AMൻ്റെ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ 2 × മെസ്സേജ് ബാൻഡ് വിഡ്ത്ത് എന്നാണ് പറയുന്നത്. ഈ W ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് മെസ്സേജ് ബാൻഡ് വിഡ്ത്ത് ആണ്. പക്ഷേ സിംഗിൾ ടോൺ AMലേക്ക് വരുമ്പോഴത്തേക്കും ഈ FM ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. FM റെപ്രസെൻറ്റ്സ് വാട്ട്? ദ മെസ്സേജ് ഫ്രീക്വൻസിയാണ് FM റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻ. സിംഗിൾ ടോൺ AMൻ്റെ സിംഗിൾ ടോൺ AM ബാൻഡ് വിഡ്ത്ത് ഓർ സിംഗിൾ ടോൺ AMൻ്റെ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ദ മെസ്സേജ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, ബിക്കോസ് ദർ ഇസ് നോ, കാരണം ഒരു സിംഗിൾ ടോൺ സിഗ്നലിനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി കമൻറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നതല്ലേ ഞാൻ പറഞ്ഞത്. FM-ൽ -FM-ൽ 2 ഇമ്പൾസസ് കിട്ടും. ഇവിടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞ ഒന്നുമില്ല അല്ലേ. ദർ ഇസ് നോ ബാൻഡ് വിഡ്ത്ത് ഹിയർ. 2 ഫ്രീക്വൻസി കമ്പണൻ്റ് ആണ്. കറക്റ്റ് FM-ൽ ഒരു ഫ്രീക്വൻസി കമ്പണൻ്റ് ആണുള്ളത്. സോ ദർ ഇസ് നോ മീനിങ് ഓഫ് ടേക്കിംഗ് ബാൻഡ് വിഡ്ത്ത് ഹിയർ. അപ്പോൾ ഇതാണ് സിംഗിൾ ടോണിൻ്റെ മെസ്സേജ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇനി നമുക്ക് ഈ സിംഗിൾ ടോണിൻ്റെ വേവ് ഫോം ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഓക്കെ, സിംഗിൾ ടോണിൻ്റെ വേവ് ഫോം നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ സ്പെക്ട്രം നമ്മൾ പഠിച്ചു. സ്പെക്ട്രം ഡിഫറെൻ്റ് ആണ്, വേവ് ഫോം ഡിഫറെൻ്റ് ആണ്. ഇത് എന്താണ്? ദിസ് ഈസ് ദ വേവ് ഫോം ഓഫ് സിംഗിൾ ടോൺ മോഡുലേഷൻ. സ്പെക്ട്രം ഓൾറെഡി നമ്മൾ വരച്ചു. വേവ് ഫോം ആണെങ്കിൽ ഇതാണ്. കാരണം എന്താ, എന്തുകൊണ്ടാണ് സിംഗിൾ ടോണിൻ്റെ വേവ് ഫോം ആണെന്ന് പറയുന്നത്? യൂസ് ചെയ്തിരിക്കുന്ന മെസ്സേജ് സിഗ്നൽ എന്താണ്? ഒരു സൈനസോയിഡൽ സിഗ്നൽ അല്ലേ. കരിയർ സിഗ്നൽ ഇതാണ്, ഹൈ ഫ്രീക്വൻസിയാണ് കരിയർ സിഗ്നൽ. ഇതിനെ വെച്ച് മോഡുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേവ് ഫോം ആയിരിക്കും കിട്ടുന്നത്. ഈ മെസ്സേജ് സിഗ്നൽ കണ്ടോ, ഈ മെസ്സേജ് സിഗ്നൽ എവിടെയാണുള്ളത്? എൻവലപ്പിൽ ഇതേ കിടപ്പുണ്ട് കണ്ടോ. ദിസ് ഈസ് ഇതാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ. അത് നെഗറ്റീവ് എൻവലപ്പിലും പോസിറ്റീവ് എൻവലപ്പിലും ഉണ്ട്. ഓക്കെ, ഒന്നുകിൽ ആ പോസിറ്റീവ് പോർഷനിൽ നിന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് പോർഷനിൽ നിന്നോ നമുക്ക് നമ്മുടെ മെസ്സേജ് സിഗ്നൽ റിട്രീവ് ചെയ്ത് ഡിമോഡുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. എൻവലപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ആ ഡിമോഡുലേഷൻ എളുപ്പമാക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്ന ഒരു കണ്ടീഷൻ, മ്യൂ എന്ന് പറയുന്നത് എപ്പോഴും <1 ആയിരിക്കണം. മ്യൂ മോഡുലേഷൻ ഇൻഡെക്സ് ഷുഡ് ബി <1. So this is the waveform corresponding to what? AM. Important. സിംഗിൾ ടോൺ AM ആണ്. ഓക്കെ, ഇതിനെ ശരിക്കും യൂണിവേഴ്സിറ്റിക്ക് ഒരു തവണ ഇതിൻ്റെ ഈ വേവ് ഫോമിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡും മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ച് എഴുതുവാണെങ്കിൽ ദാറ്റ് ഈസ് നമ്മുടെ AMൻ്റെ ഇക്വേഷൻ എന്താ? സിംഗിൾ ടോൺ AMൻ്റെ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ വാട്ട് വാസ് ദ ഇക്വേഷൻ? AC × 1 + മ്യൂ അല്ലേ, ഇൻറ്റു cos 2π FMT ഇൻറ്റു cos 2π FCT.
കിട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ ശരിക്കും ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ആണ് ഇത്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് ഇത്രയും പോർഷനാണ്. cos 2πfct ഫ്രണ്ടിൽ കിടക്കുന്ന ഈ പോർഷനാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു AM സിഗ്നലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡും ഉണ്ട്, മിനിമം ആംപ്ലിറ്റ്യൂഡും ഉണ്ട്. ഈ ഒരു AM സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇക്വേഷനാണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? cos 2πfct ഫ്രണ്ടിൽ കിടക്കുന്ന ഈ പോർഷനാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴാണ് മാക്സിമം ആവുക? എപ്പോഴാണ് ഇത് മാക്സിമം ആകുന്നത്? AC മാക്സിമം ആകുമ്പോൾ, അല്ലെങ്കിൽ AC ഓഫ് കോഴ്സ് ഒരു മാക്സിമം വാല്യൂ എടുക്കുമ്പോഴായിരിക്കും മാക്സിമം ആകുന്നത്. മ്യൂനും ഒരു മാക്സിമം വാല്യൂ എടുക്കുമ്പോൾ ഓക്കെ. ആൻഡ് പിന്നെയുള്ള എന്താണ്? ഈ cos 2πfmt അല്ലേ. cos 2πfmt മാക്സിമം ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം കിട്ടും. ഈ cos 2πfmtയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? cos θയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. സോ ഈ cos 2πfmt 1 ആകുമ്പോൾ നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടും അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A max വെച്ചാണ്. ദാറ്റ് ഈസ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് AM വേവ്. ഇതാണ് അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഓർ നെഗറ്റീവ് സൈഡിൽ കാണിക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വാല്യൂ എന്തായിരിക്കും? AC ഇൻറ്റു 1 പ്ലസ് മ്യൂ ഇൻറ്റു cos 2πfmtയുടെ വാല്യൂ 1 ആകുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ, സിമിലർലി മിനിമം ആംപ്ലിറ്റ്യൂഡ് എപ്പോഴാണ് കിട്ടുന്നത്? ഈ cos 2πfmt മിനിമം വാല്യൂ എടുക്കുമ്പോൾ. എപ്പോഴാണ് cos 2πfmtയുടെ വാട്ട് ഈസ് ദ മിനിമം വാല്യൂ? -1 ആണ് അല്ലേ. cos ലൈസ് ബിറ്റ്വീൻ 1 ആൻഡ് -1. 1 ഈസ് ദ മാക്സിമം വാല്യൂ ആൻഡ് -1 ഈസ് ദ മിനിമം വാല്യൂ. സോ cos 2πfmt -1 എടുക്കുമ്പോൾ മിനിമം വാല്യൂ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ആൻഡ് ദിസ് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇതാണ് മിനിമം വാല്യൂ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. ദ വാല്യൂ വിൽ ബി വാട്ട്? AC ഇൻറ്റു 1 മൈനസ് മ്യൂ കിട്ടും അല്ലേ. ബിക്കോസ് 1 പ്ലസ് മ്യൂ ഇൻറ്റു -1 ദാറ്റ് ഈസ് 1 മൈനസ് മ്യൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് ശരിക്കും. ഓക്കെ, നിങ്ങൾ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ദിസ് ഈസ് ദ മാക്സിമം ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ AM മോഡുലേറ്റഡ് വേവ് ഫോം. സിംഗിൾ ടോൺ എന്ന് അവർ പറയത്തില്ല. അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇഫ് ദേ ആസ്ക് യു വാട്ട് ഈസ് ദ മാക്സിമം ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ആൻ AM മോഡുലേറ്റഡ് വേവ്, അത് ഇതാണ്. A maximum is equal to AC into 1 plus mu and the minimum amplitude will be equal to AC into 1 minus mu. ആക്ച്വലി ഈ ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ 1 and 2, ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി 1-2 ഇക്വേഷൻ കൂടി കിട്ടും. ദാറ്റ് മീൻസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടാൻ പോകുന്ന രണ്ട് ഇക്വേഷനുകളാണ്. നിങ്ങളത് ഓർത്ത് വെക്കണം. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ കിട്ടും. ഒന്ന് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചോദിക്കുകയാണെങ്കിൽ A മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പ്ലസ് മിനിമം ആംപ്ലിറ്റ്യൂഡ്, ഓക്കെ, ഡിവൈഡഡ് ബൈ 2. ഈ A മാക്സിമം A മിനിമം എന്താണ്? മോഡുലേറ്റഡ് വേവ് ഫോമിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡും മോഡുലേറ്റഡ് വേവ് ഫോമിൻ്റെ മിനിമം ആംപ്ലിറ്റ്യൂഡ് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുവാണെങ്കിൽ നമുക്ക് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. ഇതാണ് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ട AC ആണ്. AC കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അതൊരു ഇക്വേഷൻ. ഇനി അഗെയിൻ ഈ 1 and 2 ഇക്വേഷൻ സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷനും കൂടി കിട്ടും. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ മോഡുലേഷൻ ഇൻഡെക്സ് and is given by mu is equal to A maximum minus A minimum divided by A maximum plus A minimum. Okay, this is the equation for what? Modulation index. അപ്പോൾ ഈ ഇക്വേഷൻ ഇത്ര നിങ്ങൾ പഠിക്കണം. പ്രോബ്ലംസ് ഡയറക്റ്റായിട്ട് ചോദിക്കും, സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കും. A മാക്സിമം A മിനിമം തന്നിട്ട് കാരിയർ A മാക്സിൻ്റെ ഇക്വേഷൻ, A മിനിമത്തിൻ്റെ ഇക്വേഷൻ, കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ ആൻഡ് ഓൾസോ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ഇത്രയും ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു മോഡുലേറ്റഡ് വേവ് ഫോമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് സിംഗിൾ ടോൺ എന്തായാലും നമ്മൾ പഠിച്ചു. അപ്പം ഇതിനൊപ്പം തന്നെ നമുക്ക് ആ മൾട്ടി ടോണും കൂടി ഒന്ന് ജസ്റ്റ് പഠിച്ചു പോകാം. അത് ഇപ്പോൾ പഠിക്കുമ്പോഴത്തേക്കും എളുപ്പമായിരിക്കും. ബിക്കോസ് യു നീഡ് നോട്ട് ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് മൾട്ടി ടോൺ മോഡുലേഷൻ. ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് ആ മൾട്ടി ടോൺ മോഡുലേഷൻ, അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് എന്ത്? മൾട്ടി ടോൺ മോഡുലേഷൻ. അതും കൂടി എന്താണെന്ന് നോക്കാം. മൾട്ടി ടോൺ മോഡുലേഷൻ. സിംഗിൾ ടോണിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരൊറ്റ ഒരു സൈനസോയിഡൽ സിഗ്നൽ വെച്ചാണ് അവിടെ മോഡുലേഷൻ നടക്കുന്നത്. പക്ഷേ മൾട്ടി ടോൺ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടി ടോൺ മോഡുലേഷൻ മീൻസ് മെസ്സേജ് സിഗ്നൽ have more than one frequency components. Okay, that more than one frequency component വരും.
അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് അറിയാവോ? എം ഓഫ് ടി എന്ന് പറഞ്ഞ മെസ്സേജ് സിഗ്നൽ സിംഗിൾ ടോൺ ആണെങ്കിൽ എന്താണ്? AM cos 2π FMT എന്ന് പറഞ്ഞൊരു സിഗ്നൽ മാത്രമല്ലേ കാണുള്ളൂ. പക്ഷേ മൾട്ടി ടോണിൽ അങ്ങനെയല്ല, മോർ ദാൻ വൺ സിംഗിൾ ടോൺ ഫ്രീക്വൻസീസ് കാണും. AM2 cos 2π FM2 കണ്ടോ, ഇത് ഫസ്റ്റ് സിംഗിൾ ടോൺ ഫ്രീക്വൻസി ആയിരുന്നു. ഇത് വേറൊരു സിംഗിൾ ടോൺ ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ. പ്ലസ് ഇങ്ങനെ AM3 cos 2π FM3T പ്ലസ് AM4 cos 2π FM4T എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ സിഗ്നൽസ് ഉണ്ടാവും. ഇങ്ങനെയുള്ളൊരു മെസ്സേജ് സിഗ്നൽ വെച്ചാണ് മോഡുലേഷൻ നടക്കുന്നതെങ്കിൽ കണ്ടോ, മോർ ദാൻ വൺ സിംഗിൾ ടോൺ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ആ സിഗ്നലിനകത്ത് നമുക്ക് അതിനെ അന്നേരം കിട്ടുന്ന മോഡുലേഷനാണ് എന്ത്? മൾട്ടി ടോൺ മോഡുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ, നമ്മൾ സിംഗിൾ ടോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതേ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ജനറൽ ഇക്വേഷൻ AC × 1 + KA × M of Tക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക KA വെച്ച്. അപ്പോൾ എന്ത് കിട്ടും? AM1 cos 2π FM1T പ്ലസ് ഞാനങ്ങ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുവാണ് കേട്ടോ, വിത്ത് AM2 cos 2π FM2T എക്സെട്ര. ഇനി മൂന്നാമതൊരെണ്ണം ഉണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര അപ് ടു അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ബ്രാക്കറ്റിൻ്റെ ഔട്ട് സൈഡ് എന്താ ഉള്ളത്? cos 2π FCT. ഓക്കെ, ആ ജനറൽ വേവ് ഇക്വേഷനകത്തേക്ക് AMൻ്റെ ഇക്വേഷനകത്ത് M of T ഇട്ട് കൊടുക്കും. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ മൾട്ടി ടോൺ. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുവാണെങ്കിൽ KA × AMനെ ഞാൻ μ1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ബിക്കോസ് KA × AM നമ്മുടെ മ്യൂ ആയിരുന്നു. ഇവിടെ KA × AM2നെ ഞാൻ μ2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി S of T will be equal to AC × 1 + μ1 cos 2π FM1T plus μ2 cos 2π FM2T into ബ്രാക്കറ്റിൻ്റെ ഔട്ട് സൈഡിൽ cos 2π FCT. So this is the equation for what? മൾട്ടി ടോൺ AMൻ്റെ ഇക്വേഷനാണ്. ഇത് സ്പെക്ട്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, എളുപ്പമാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് സിംഗിൾ ടോൺ പ്ലോട്ട് ചെയ്തതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇനി മൾട്ടി ടോണിൻ്റെ ബാൻഡ് വിഡ്ത്ത് അതൊന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കാം. ബിക്കോസ് മൾട്ടി ടോൺ സിഗ്നലിനകത്ത് കുറേ സിംഗിൾ ടോൺ ഫ്രീക്വൻസീസ് ഉണ്ടാവും അല്ലേ. FM1 കാണും, FM2 കാണും, മേ ബി FM3 കാണും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ 5 ഹെർട്സ് ആണെന്ന് വിചാരിക്കും, ഇതിൻ്റെ വാല്യൂ 10 ഹെർട്സ് ആണെന്ന് വിചാരിക്കും, ഇതിൻ്റെ വാല്യൂ 50 ഹെർട്സ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഫ്രീക്വൻസി സിഗ്നൽ വെച്ചിട്ടാണ് മോഡുലേഷൻ നടത്തുന്നതെങ്കിൽ അതാണ് മൾട്ടി ടോൺ മോഡുലേഷൻ. ആ മൾട്ടി ടോൺ മോഡുലേഷൻ്റെ കേസിലെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × മാക്സിമം ഫ്രീക്വൻസി ഏതാണ് ഇതിനകത്ത് അതായിരിക്കും വരുന്നത്. FM1 ആണോ മാക്സിമം? അല്ല, FM3 ആണ് മാക്സിമം. 50 FM3 ആണ്. അങ്ങനെയാണെങ്കിൽ FM3 ആയിരിക്കും മാക്സിമം അല്ലേ. 2 × 50 ആയിരിക്കും ഇവിടുത്തെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓർ ഇൻ ജനറൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 2 ടൈംസ് ദ മാക്സിമം ഫ്രീക്വൻസി ഏതാണോ FM1ൻ്റെയും FM2ൻ്റെയും FM3യുടെയും മാക്സിമം ഫ്രീക്വൻസി ഏതാണോ 2 ടൈംസ് ദാറ്റ് മാക്സിമം ഫ്രീക്വൻസി വിൽ ഗീവ് യു ദ മൾട്ടി ടോൺ AMൻ്റെ ബാൻഡ് വിഡ്ത്ത്. എന്താണ്? 2 × Fmax ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്തണം, ഞാൻ 3 കേസായിട്ടാണ് ശരിക്കും പറഞ്ഞത്. ആദ്യത്തെ കേസിൽ ഒരു ബേസ് ബാൻഡ് സിഗ്നൽ ആയിരുന്നു, അതിനകത്ത് കുറേ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ബാൻഡ് വിഡ്ത്ത് എന്തായിരുന്നു? 2 × മെസ്സേജ് ബാൻഡ് വിഡ്ത്ത് ആയിരുന്നു. പിന്നെ സിംഗിൾ ടോൺ വന്നപ്പോഴത്തേക്കും എന്തായിരുന്നു? 2 × ആ മെസ്സേജ് ഫ്രീക്വൻസി ആയി അല്ലേ. മൾട്ടി ടോൺ വന്നപ്പോഴത്തേക്കും ബാൻഡ് വിഡ്ത്ത് എന്തായി? 2 × മെസ്സേജ് ഫ്രീക്വൻസി കുറേ ഉണ്ടാവും, അതിനകത്ത് ഏത് മെസ്സേജ് ഫ്രീക്വൻസിയാണോ മാക്സിമം 2 × Fmax ആയി. അപ്പോൾ ഇത് മൂന്നും 2 ടൈംസ് തന്നെയാണ്. പക്ഷേ സിംഗിൾ ടോണിലും മൾട്ടി ടോണിലും ബേസ് ബാൻഡ് മോഡുലേഷൻ്റെ വ്യത്യാസം ഇതാണ് വരുന്നത്. ഓക്കെ, 2 ടൈംസ് വരും. അപ്പോൾ ഇതാണ് മൾട്ടി ടോണിൻ്റെ ഇക്വേഷനാണ് 2 × Fmax എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, 2 × Fmax എന്ന് പറയുന്നത് മൾട്ടി ടോൺ AMൻ്റെ ഇക്വേഷനാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, ഇവിടെ ഇപ്പം μ1ഉം μ2 ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം ഈ നെറ്റ് മോഡുലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ μ1 μ2 ഒക്കെ ഉള്ളത് കൊണ്ട് സപ്പോസ് ഇങ്ങനെയൊരെണ്ണം തന്നിട്ട് നിങ്ങളോട് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ നമ്മൾ മൾട്ടി ടോൺ മോഡുലേഷനിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ മോഡുലേഷൻ ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, ടോട്ടൽ മോഡുലേഷൻ ഇൻഡെക്സ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. ബിക്കോസ് μ1 കാണും, μ2 കാണും, മൂന്നാമതൊരു സിഗ്നൽ ആണെങ്കിൽ μ3 കാണും, μ4 കാണും. അപ്പോൾ ടോട്ടൽ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഒരു ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് μt will be equal to √μ1² + μ2² + etc. μ
സ്ക്വയർ ആണ്. സ്ക്വയർ പ്ലസ് എക്സെട്ര μ3 ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. അണ്ടർ റൂട്ട് എഴുതണം. μ1 സ്ക്വയർഡ് പ്ലസ് μ2 സ്ക്വയർഡ് പ്ലസ് μ3 സ്ക്വയർഡ്. ഇതായിരിക്കും ടോട്ടൽ മോഡുലേഷൻ ഇൻഡെക്സ്. ബിക്കോസ് മൾട്ടി ടോണിനകത്ത് ഒരു മോഡുലേഷൻ ഇൻഡെക്സ് അല്ല, ഡിഫറൻറ്റ് സിഗ്നൽ കാരണം ഡെപ്ത് ഓഫ് മോഡുലേഷൻ വേരി ചെയ്യും അല്ലേ. അപ്പോൾ μ1 ആദ്യ സിഗ്നൽ കാരണം, രണ്ടാമത്തെ സിംഗിൾ ടോൺ കാരണം μ2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണ്. സോ ദിസ് ഈസ് all what you need to know about സിംഗിൾ ടോൺ ആൻഡ് മൾട്ടി ടോൺ. തീർന്നില്ല, നമ്മളിനി ഇതിൻ്റെ പവർ ഇക്വേഷൻ, പവർ റിലേഷൻസും അതുപോലെ തന്നെ വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെയൊക്കെ കുറച്ച് ഇക്വേഷൻസും കൂടി നമുക്ക് പഠിക്കാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.